എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പരസ്യപ്രചാരണം അവസാന ലാപ്പിൽ. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥി. ഇടത് വലത് മുന്നണികൾ അവസാനഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയെയും PDPയെയും കൂട്ടുപിടിച്ച് പ്രീണന രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്ന് മോഹൻ ജോർജ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് പ്രിയങ്ക വാദ്ര വ്യക്തമാക്കണമെന്ന് BJP നേതാവ് നവ്യ ഹരിദാസും പറഞ്ഞു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം തുടരുകയാണ്. പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് അദ്ദേഹം പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ്. എങ്ങനെയാണ് ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ? അവസാന ഘട്ടത്തിൽ ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ്. നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു. രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഇവിടെ ഉണ്ട്. തുഷാർജി ഉണ്ട്. എല്ലാ നേതാക്കന്മാരും ഉണ്ട്. നവ്യ ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അപ്പം എല്ലാവരും നല്ല സജീവമായ രംഗത്തുണ്ട്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. ഇവിടെ ഒരു വലിയ മാറ്റം വരുവാൻ ഉള്ള ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. ഈ പ്രധാനമായിട്ടും ജനകീയ വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട്. വന്യജീവി പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ നിലമ്പൂർ ബൈപ്പാസ് എപ്പോഴും ബ്ലോക്കാണ്. അത്തരം വിഷയങ്ങളൊന്നും ചർച്ചയാക്കാതെ പ്രധാനമായിട്ടും ഈ SDPI അതുപോലെ തന്നെ PDP, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വർഗീയ കക്ഷികളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ചർച്ചകൾ നടക്കുന്നത്. ഇടത് വലത് മുന്നണികൾ അത്തരം വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയാക്കുന്നത് തോന്നുന്നത്. അവർ ആ വിഷയം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ വികസനമാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെ വികസിത ഭാരതം എന്ന മുദ്രാവാക്യത്തിന് ചുവട് പിടിച്ചുകൊണ്ട് വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ നമ്മുടെ പ്രകടന പത്രിക ഇവിടെ പുറപ്പെടുവിക്കുകയുണ്ടായി. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് നിലമ്പൂരിൻ്റെ വികസനമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ നിലമ്പൂരിൻ്റെ വികസനത്തിലൂന്നിയാണ് ഞങ്ങളുടെ പ്രകടന പത്രികയും ഞങ്ങളുടെ പ്രവർത്തനവും ഞങ്ങളുടെ പ്രചരണവും. ഈ പ്രിയങ്ക ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ സജീവമായിട്ട് 2 ദിവസമായിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി PDP രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് വലിയ ചർച്ചകൾ വരുന്നത്. അപ്പം അതിൽ പ്രിയങ്കയോടൊക്കെ എന്താണ് BJPക്ക് ചോദിക്കാനുള്ളത്? സാധാരണ BJP ആണ് ഒരു വർഗീയ പാർട്ടി എന്നുള്ള നിലയിൽ ചിത്രീകരിക്കാറ്. പക്ഷേ ഇവിടുത്തെ നിലമ്പൂരിലെ സാഹചര്യം വന്ന സമയത്ത് അത് LDFും UDFും അത് തെളിയിച്ചിരിക്കുകയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടും അത് സ്വീകരിച്ചുകൊണ്ടും കോൺഗ്രസ് ഒരു വശത്ത് മുൻപോട്ട് പോകുമ്പോൾ LDFിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് PDPയുടെ പിന്തുണയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞിരുന്ന ആളുകൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഈ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം. മതപ്രീണനം അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് തന്നെയാണ് ഇന്ന് കോൺഗ്രസ് മുതിരുന്നത്. മുൻപുണ്ടായിരുന്ന ആശയത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു ആശയമാണ് ഇന്ന് കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് അവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രിയങ്ക ഗാന്ധി MP തന്നെ വിശദീകരിക്കേണ്ടതാണ്. ദേശീയ തലത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കണം. ദേശീയ തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി പാർട്ടി നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവൊക്കെ മുൻപുണ്ടായിരുന്നു. പക്ഷേ അത് അന്നത്തെ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഇന്ന് അതിന്റെ മുഖമുദ്ര മാറ്റി ഒരു നല്ലൊരു ലേബൽ ഒട്ടിച്ചുകൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ സഹായങ്ങൾ വാഗ്ദാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി മുൻപോട്ട് പോകുന്നത്. തന്നെയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ജമാഅത്തെ ഇസ്ലാമി വോട്ടുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രിയങ്ക ഉൾപ്പെടെ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഈ അവസാന ഘട്ടത്തിലും BJP പറയുന്നത്. ഒപ്പം തന്നെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഈ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെയും BJP നയിച്ചുകൊണ്ടിരിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ.